മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്തുവിൽ പ്രിയരെ, മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന രാവ്, മിനാമിനെ പോലെ പ്രകാശം പൊഴിക്കുന്ന നക്ഷത്രങ്ങൾ, രക്ഷകനെ ഗ്ലോറിയ പാടുന്ന മാലാഖമാർ, എങ്ങും ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും പുണ്യരാവ്. ഈ പുണ്യരാവിൽ ഇവിടെയായിരിക്കുന്ന ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആനന്ദത്തിന് അനുഭൂതി പകരാനായി ഒരു കൂട്ടം കലാവിഷ്കാരങ്ങളുമായി നമ്മുടെ കൂട്ടുകാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഒരു കലാസന്ധ്യയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ ഈശോയുടെ ജനനത്തെ നമുക്ക് വീക്ഷിച്ചാലും വിശുദ്ധഗ്രന്ഥത്തെ ആധാരമാക്കി ആട്ടിടയരുടെ സന്ദർശനം എന്ന ചെറിയ സ്കിറ്റ് നമുക്ക് ആസ്വദിക്കാം. ബെത്ലഹേമിലെ സുന്ദരമായ മലമേടുകൾ, മഞ്ഞിന്റെ വെൺപട്ടെടുത്ത് സുന്ദരിയായിരിക്കുന്ന ആകാശത്ത് നിലാവ് പൊഴിച്ച വെളിച്ചങ്ങൾ, നക്ഷത്രങ്ങൾ ഭൂമിയെ നോക്കി സന്തോഷത്തോടെ കൺചുമ്മുന്നു. എങ്ങും സാന്ദ്രമായ പ്രശാന്തത. ഇരുളിലും തണുപ്പിലും ഈ മലമേടുകളിൽ ആരാണ് കടന്നു വരുന്നത്? പ്രകൃതി ശാന്തമാണ്. ഇന്നത്തെ മഞ്ഞുകാറ്റ് ഓർമ്മയില്ലേ? ആകെ കഷ്ടപ്പെട്ടു പോയി. ഒന്നും പറയണ്ട, നമ്മൾ നമ്മുടെ ആളുകളെ രക്ഷപ്പെട്ടത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം. ഇന്ന് പ്രകൃതി ആകെ മാറിയിരിക്കുന്നു. എന്തൊരു ശാന്തത, എന്തൊരു സമാധാനം. എന്താ വലിയ നന്മ സംഭവിക്കാൻ പോകുന്നത് പോലെ, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പോലുള്ള സമാധാനം. അതേ കൂട്ടുകാരെ, രാവേറെയായില്ലേ? നമുക്കിവിടെ കുറച്ച് സമയം വിശ്രമിക്കാം. ആടുകളെല്ലാം നമ്മുടെ അടുത്ത് തന്നെയുണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ വന്യമൃഗ ശല്യങ്ങളൊന്നും ഇല്ല. അത് ശരിയാ, ഒരു സമയം നമുക്ക് ഇവിടെ വിശ്രമിക്കാം. ആടുകൾ ഇവിടെ തന്നെ നിന്നുകൊള്ളും. അതൊരു മാലാക. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. നിങ്ങളുടെ പൊതിഞ്ഞ് പുറത്തോട്ട് കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങൾ ദൈവത്തിന് മാത്രം ഭൂമിയിലെ സമാധാനം. ജോൺ, എനിക്കെന്നെ കണ്ണുകളെ വിശ്വസിക്കാനാവില്ല. ഒരു പാവപ്പെട്ട ആട്ടിടയനായ നമുക്ക് മുന്നിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടെന്നു. അതും രക്ഷകൻ ജനിച്ച സദ്വാർത്ത അറിയിക്കാൻ ഇസ്രായേൽ ജനം കൊതിക്കുന്ന ഈ സദ്വാർത്ത കേൾക്കാൻ ദൈവം പാപികളായ നമ്മെ തിരഞ്ഞെടുത്തുവല്ലോ. അതെ, സർവശക്തനായ ദൈവം നമ്മോട് വലിയ കരുണ കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. വരൂ കൂട്ടുകാരി, നമുക്ക് ഉടനെ ബെത്ലഹേമിലേക്ക് പോകാം. അതെ, ഒട്ടും സമയം വൈകണ്ട. മനുഷ്യനായി ബെത്ലഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണിലും. ഈ ബെത്ലഹേമിൽ നാം എവിടെയാണ് രക്ഷകനെ അന്വേഷിക്കുക? ആര് നമുക്ക് വഴികാട്ടും? ഏതെങ്കിലും സത്രത്തിൽ അന്വേഷിക്കാമെന്ന് വെച്ചാൽ ഈ രാത്രിയിൽ ആട്ടിടയരായ നമുക്ക് ആരാണ് വാതിൽ തുറന്നു തരിക? നമുക്ക് ആ ബെത്ലഹേം മലനിരകൾ അന്വേഷിക്കാം. അവിടെ ആട്ടിടയുണ്ടാകും, അവരോട് ചോദിക്കാം. അതെ, ആ മെലിഞ്ഞിട്ടാണെങ്കിൽ അവിടെ കടന്നു പോകുന്നത്. അങ്ങോട്ട് നോക്ക്, ഗുഹയുടെ ആ ഭാഗത്തൊരു വെളിച്ചം. അവിടെ ആട്ടിടയന്മാരുണ്ടാകും. ആട്ടിടയന്മാരോ? ആ ഗുഹയിലോ? അവിടെ രാത്രി കാലിന് വിശ്രമിക്കുന്ന സ്ഥലമല്ലേ? നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം.
പേരാണ് ഞങ്ങൾ. മാലാഖമാരാണ് ഞങ്ങൾ ഈ സദ്വാർത്ത അറിയിച്ചത്. എന്തൊരു ശോഭയാണ് ഈ കുഞ്ഞുമുഖത്ത്, ദിവ്യപ്രഭ തന്നെ. മനുഷ്യനെ അവതരിച്ച ദൈവം ലോകത്തിന്റെ സമാധാനം നൽകാൻ വേണ്ടി വന്ന രാജാവ് എത്ര താഴെ ഉൾത്തൊട്ടിയിൽ ദൈവത്തിന് നന്ദി. രക്ഷകർ, ഞങ്ങളുടെ കയ്യിൽ വിലയേറിയ സമ്മാനങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഹൃദയങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും നന്ദിയുടെയും പ്രതീകമായി ഈ ചെറു സമ്മാനം ഞാൻ സമർപ്പിക്കുന്നു. വരൂ കൂട്ടുകാരെ, ഇനി നമുക്ക് പോകാം. ഈ വാർത്ത മറ്റുള്ളവരെ അറിയിക്കാം. ദൈവം ലോകത്തെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാം. അതെ, ദൈവത്തിന് സ്നേഹം ഒളിച്ചു വയ്ക്കാൻ പറ്റുന്നതല്ലല്ലോ. പാവപ്പെട്ട ആട്ടിടയന്മാർ, ലോകം ചെറുതായി കാണുന്ന ആരും ശ്രദ്ധിക്കാത്ത പാവപ്പെട്ടവരെയാണ് ദൈവം തന്റെ മനുഷ്യാവതാരത്തിന്റെ ആദ്യ സാക്ഷികളായി തിരഞ്ഞെടുത്തത്. അവർക്ക് ലഭിച്ച ആ ദിവ്യ സദ്വാർത്ത കാലങ്ങളുടെ സഞ്ചരിച്ച് ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ